വെൽക്കം ബാക്ക്. നമ്മിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ള രണ്ട് വാക്കുകളാണ് നിങ്ങളിവിടെ കാണുന്നത്, ലേ, ലൈ. ഈ രണ്ട് വാക്കുകൾ മാത്രമല്ല കേട്ടോ, ഇവരുമായിട്ട് ബന്ധമുള്ള വേറെയും കുറച്ച് വാക്കുകളുണ്ട്. ലെയ്ഡ്, ലെയിൻ, ലൈഡ്, ലൈയിങ്, ലേയിങ്. ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം എന്താണെന്നും എങ്ങനെയാണ് ഈ വാക്കുകൾ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണൂ. എന്നിട്ട് ഇതിന് അവസാനം ഞാനൊരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്. അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഈ രണ്ട് വാക്കുകളും ലേയും ലൈയും വേർബ്സ് ആണ്. വേർബ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രിയ എന്നാണ് അർത്ഥം. നമുക്ക് ആദ്യം ലേയെ പരിചയപ്പെടാം. ലേ എന്ന വേർബിൻ്റെ അർത്ഥം ടു പ്ലേസ് സംതിങ് ഡൗൺ ഫ്ലാറ്റ് എന്നാണ്. അതായത് എന്തെങ്കിലും ഒന്നിനെ, ഒരു വസ്തുവിനെ നിലത്ത് നിരപ്പായി വയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കറിയാലോ, ഇംഗ്ലീഷിൽ ഏതൊരു വേർബിനും 3 ഫോംസ് ഉണ്ടാവും, V1, V2, V3. അത് ലേയ്ക്കും ബാധകമാണ്. അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഫോമിനാണ് നമ്മൾ V1 എന്ന് പറയുന്നത്, അത് ലേ. പാസ്റ്റ് ഫോമാണ് V2, അതാണ് ലെയ്ഡ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3, അതും ലെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടെ കണ്ട ലേ എന്ന് പറയുന്ന പ്രസൻറ്റ് ഫോം ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു വസ്തുവിനെ, എന്തെങ്കിലും ഒന്നിനെ വയ്ക്കുക, കിടത്തുക എന്നൊക്കെയാണ്. അപ്പോൾ ലെയ്ഡ് എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു വസ്തുവിനെ വെച്ചു അല്ലെങ്കിൽ കിടത്തി എന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ ലേയുടെ 3 ഫോംസ് കണ്ടു, V1, V2, V3. ഇതിൽ ആദ്യത്തെ ഫോം V1, അതായത് പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെയാണ് ലേ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഐ ലേ ദ ബുക്ക് ഡൗൺ ഓൺ ദ ടേബിൾ. കണ്ടല്ലോ, ഐ ലേ ദ ബുക്ക് ഡൗൺ ഓൺ ദ ടേബിൾ. അതിനർത്ഥം എന്താണ്? ഞാൻ പുസ്തകം മേശമേൽ വെച്ചു. അതായത് കയ്യിലുണ്ടായിരുന്ന പുസ്തകം നമ്മൾ താഴെ മേശപ്പുറത്ത് വെച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഞാൻ, ഐ ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞു വന്ന വാക്ക് എന്താണ്? ലേ. അത് വേർബാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? ഐ ലേ ദ ബുക്ക് എന്നാണ്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് കർമ്മം, ഒബ്ജക്റ്റാണ്. അതായത് നമ്മൾ എന്താണ് താഴെ വെച്ചത്? പുസ്തകം. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ലേ എന്ന് പറയുന്ന വേർബ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓബ്ജക്റ്റ് വന്നിരിക്കണം. അതിന് കാരണം ഗ്രാമറിൻ്റെ രീതിയിൽ പറയാനാണെങ്കിൽ ലേ ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസിറ്റീവ് വേർബ്? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ട്രാൻസിറ്റീവ് വേർബ് സകർമ്മക ക്രിയ എന്നാണ് മലയാളത്തിൽ പറയുക. അതായത് ചില വേർബ്സ് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് പറഞ്ഞിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. അപ്പോൾ നമ്മളോട് ആരെങ്കിലും എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കവിടെ ഒരു ഉത്തരമുണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം ഈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വേർബാണെന്നാണ്. അതുപോലെയാണ് ഈ ലേയും. ഞാൻ എന്തെങ്കിലും ഒന്നിനെ കിടത്തി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എന്തിനെ കിടത്തി, എന്തിനെ വെച്ചു എന്ന് ചോദിച്ചാൽ നമുക്കവിടെ ഒരു ഉത്തരമുണ്ട്. അതാണ് ഈ ലേ എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓബ്ജക്റ്റ് വന്നിരിക്കും. ഇനി ലേ ഉപയോഗിച്ച് പറയാവുന്ന മറ്റൊരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. മലയാളത്തിൽ ഞാൻ പറയുകയാണ്, ആ കാർപ്പറ്റ് നിലത്ത് വിരിക്കൂ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാൻ നോക്കൂ. പ്ലീസ് ലേ ദ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. പ്ലീസ് ലേ ദ കാർപ്പറ്റ് ഓൺ ദ ഫ്ലോർ. എന്താണ് ലേ ചെയ്യുന്നത്? കാർപ്പറ്റ്. കണ്ടോ, അപ്പോൾ അവിടെ ലേ എന്ന് പറഞ്ഞ ആ വേർബിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വന്നു. കാർപ്പറ്റാണ് ഇവിടെ ഓബ്ജക്റ്റ്. ഇനി നമുക്ക് ലേ എന്ന വേർബിൻ്റെ പാസ്റ്റ് ഫോം നോക്കാം. അതെന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, ലെയ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ വേർബ്സിന് എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നത്? ED ആഡ് ചെയ്താൽ മതി അല്ലേ. പ്ലേ എന്നത് പ്ലേഡ് ആവും പാസ്റ്റ് ഫോം വരുമ്പോൾ. പക്ഷേ ലേയുടെ കാര്യത്തിൽ നോക്കൂ, നമ്മളവിടെ ED അങ്ങോട്ട് ആഡ് ചെയ്യല്ല ചെയ്തത്. ഇവിടെ സ്പെല്ലിങ്ങിന് തന്നെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ഇറഗുലർ വേർബാണ്. അതായത് ED ആഡ് ചെയ്തല്ല ഇതിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ലെയ്ഡിൻ്റെ സ്പെല്ലിങ് നമ്മൾ ഓർത്തിരിക്കണം, LAID ആണ് സ്പെല്ലിങ്. അപ്പോൾ നമുക്ക് ലെയ്ഡ് ഉപയോഗിച്ച് വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ലെയ്ഡ് ദ ബുക്ക് അസൈഡ് ആൻഡ് ഓപ്പൺ ദ ഡോർ. ഞാൻ പുസ്തകം മാറ്റി വെച്ചു, എന്നിട്ട് വാതിൽ തുറന്നു. ഐ ലെയ്ഡ് ദ ബുക്ക് അസൈഡ്. കണ്ടോ, എന്താണ് മാറ്റി വെച്ചത്? പുസ്തകം. അപ്പോൾ കണ്ടല്ലോ, മാറ്റി വെച്ചു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച വാക്ക് എന്താണ്? ലെയ്ഡ്, LAID. ഇനി ലെയ്ഡ് ഉപയോഗിച്ച് വരുന്ന വേറൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഹി ലെയ്ഡ് ദ ട്രേ ഡൗൺ ഓൺ ദ ടേബിൾ. അയാൾ ട്രേ മേശമേൽ വെച്ചു. അപ്പോൾ അയാൾ വേറൊരു വസ്തുവിനെയാണ് അവിടെ വെച്ചത്. വെച്ചു എന്നാണ് പറഞ്ഞത്, പാസ്റ്റ് ടെൻസ്. എന്താ പറഞ്ഞേ? ഹി ലെയ്ഡ് ദ ട്രേ ഡൗൺ ഓൺ ദ ടേബിൾ. ഇനി നമുക്ക് ലെയുടെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നോക്കാം.
അതും ലെയ്ഡ് തന്നെയാണ് കേട്ടോ, LAID. എപ്പോഴാണ് നമുക്ക് ഈ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കേണ്ടി വരുന്നത്? നമ്മൾ പെർഫെക്റ്റ് ടെൻസസിൽ എന്തെങ്കിലും പറയുമ്പോഴാണ് നമുക്ക് ഈ V3യുടെ ആവശ്യം വരുന്നത്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലൊക്കെ പറയുമ്പോഴാണ് നമുക്ക് V3 ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 1-2 സെൻറ്റൻസസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സെൻറ്റൻസ് ഇതാണ് മലയാളത്തിൽ: ഞാൻ ആ മേശവിരി വിരിച്ചിട്ടുണ്ട്. അതായത് അത് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഇവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത് നോക്കൂ: ഐ ഹാവ് ലെയ്ഡ് ദ ടേബിൾ ക്ലോത്ത്. ഐ ഹാവ് ലെയ്ഡ് ദ ടേബിൾ ക്ലോത്ത്. കണ്ടോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അവിടെ നമ്മൾ ഹാവിൻ്റെ കൂടെ V3 ഫോമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ഓബ്ജക്റ്റ്, ഈ ടേബിൾ ക്ലോത്ത് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി മറ്റൊരു ഉദാഹരണം: ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും അവൾ കുട്ടിയെ ബെഡിൽ കിടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവശ്യം വരും. കാരണം അവൾ ആദ്യം കുട്ടിയെ കിടത്തി കഴിഞ്ഞിരുന്നു, അതിനുശേഷമാണ് ഫോൺ റിങ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക? ഷീ ഹാഡ് ലെയ്ഡ് ദ ബേബി ഡൗൺ ഓൺ ദ ബെഡ് വെൻ ദ ഫോൺ റാങ്. അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കൂ. ഷീ ഹാഡ് ലെയ്ഡ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് പറഞ്ഞു. ആരെയാണ് അവിടെ കിടത്തിയത്? കുട്ടിയെ. ഷീ ഹാഡ് ലെയ്ഡ് ദ ബേബി ഡൗൺ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ V1, V2, V3 ഫോംസ് കണ്ടല്ലോ, ലേ എന്ന വേർബിൻ്റെ. ഇത് കൂടാതെ ING ചേർത്ത് ഒരു ഫോം കൂടെ ഉണ്ടാവും ഏതൊരു വേർബിനും. അപ്പോൾ ഇവിടെ ലേയ്ക്കും അങ്ങനൊരു ഫോമുണ്ട്, അതാണ് ലേയിങ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. അയാൾ നിലത്ത് പത്രക്കടലാസ് വിരിക്കുകയാണ്. എളുപ്പം ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ പറയാം നമ്മൾ ഇംഗ്ലീഷിൽ? ഹി ഈസ് ലേയിങ് എ ഷീറ്റ് ഓഫ് ന്യൂസ് പേപ്പർ ഓൺ ദ ഫ്ലോർ. ഹി ഈസ് ലേയിങ് എ ഷീറ്റ് ഓഫ് ന്യൂസ് പേപ്പർ ഓൺ ദ ഫ്ലോർ. കണ്ടോ, ഇവിടെ ഹി കഴിഞ്ഞിട്ട് വന്നത് ഇസ് ലേയിങ് ആണ്. ഇസ് ലേയിങ് എന്നുള്ളതാണ് വേർബ്. ഇതിൽ ഇസ് എന്നത് ഹെൽപ്പിംഗ് വേർബും ലേയിങ്, ആ ലേയുടെ കൂടെ ING ചേർത്ത ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമ്മൾ ലേ എന്ന് പറഞ്ഞ വേർബിൻ്റെ 3 ഫോംസ് കണ്ടു, ING ചേർത്തൊരു ഫോമും കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല, ലേ എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു വസ്തുവിനെ കിടത്തുക, വയ്ക്കുക എന്നൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അതായത് ലേ എന്ന വേർബിന് ശേഷം എപ്പോഴും ഒരു ഓബ്ജക്റ്റ് വന്നിരിക്കും എന്നറിയാം നമുക്ക്, അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലൈ എന്ന വേർബിനെയാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ലൈ എന്ന വേർബിന് 2 അർത്ഥങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ അർത്ഥം നിങ്ങൾ ഈ കാണുന്നതാണ്: ടു മേക്ക് എൻ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടു മേക്ക് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അസത്യമായത് പറയുക, നുണ പറയുക എന്നർത്ഥം. അപ്പോൾ ലൈ എന്ന വേർബിനും 3 ഫോംസ് ഉണ്ട്: V1, V2, V3. അപ്പോൾ അസത്യം പറയുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. V1 പ്രസൻറ്റ് ഫോം ലൈ തന്നെ. V2 പാസ്റ്റ് ഫോം എന്താണ്? ലൈഡ്, LIED. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും LIED തന്നെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ലൈ എന്ന് പറഞ്ഞാൽ നുണ പറയുക, അസത്യം പറയുക എന്നർത്ഥം. ലൈഡ് എന്ന് പറയുമ്പോഴോ അസത്യം പറഞ്ഞു എന്നുള്ള പാസ്റ്റ് ഫോമിലാണ് മീനിങ് വരുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിൽ വരുന്ന ലൈ കൊണ്ടുള്ള സെൻറ്റൻസസ് നമുക്ക് പിന്നീട് കാണാം. നമുക്കിപ്പോൾ കാണേണ്ടത് ലൈ എന്ന വേർബിൻ്റെ 2ാമത്തെ മീനിങ് ആണ്. അതാണ് നമുക്കിവിടെ കൂടുതൽ ആവശ്യം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ലൈ എന്ന വേർബിൻ്റെ 2ാമത്തെ മീനിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്: ടു ബി ഇൻ എ ഫ്ലാറ്റ് പൊസിഷൻ ഓൺ എ സർഫസ്. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ, ഒരു സർഫസിൽ നേരെ നിരപ്പായ രീതിയിൽ ആയിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അത് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം: കിടക്കുക എന്ന്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴും ഈ ലൈ എന്ന വേർബിന് V1, V2, V3 എന്നീ 3 ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കൂ. V1 പ്രസൻറ്റ് ഫോം ലൈ. ഇതിൻ്റെ പാസ്റ്റ് ഫോം എന്താണെന്ന് നോക്കൂ. ലൈഡ് അല്ല, ലേ. ഇതിൻ്റെ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലെയിൻ ആണ്. ഇവിടെയാണ് ഇതിൻ്റെ കൺഫ്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഈ ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കിടക്കുക എന്നാണ്. ലേ എന്ന പാസ്റ്റ് ഫോമിൻ്റെ അർത്ഥം കിടന്നു എന്നാണ്. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം കണ്ടിരുന്ന വേർബില്ലേ ലേ, അതിൻ്റെ 3 ഫോംസാണ് ഞാനിവിടെ ഈ കാണിക്കുന്നത്: ലേ, ലെയ്ഡ്, ലെയ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ലേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കിടത്തുക. ലെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അർത്ഥം? കിടത്തി, അല്ലേ? ഇനി നമ്മളിപ്പോൾ കണ്ട കിടക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ലൈ എന്ന വേർബിൻ്റെ 3 ഫോംസാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്: ലൈ, ലേ, ലെയിൻ.
അപ്പോൾ ലൈ എന്ന വാക്കിൻ്റെ അർത്ഥം കിടക്കുക. ലേ എന്ന് പറഞ്ഞാലോ കിടന്നു. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ലേയുടെ പ്രസൻറ്റ് ഫോമും ലൈയുടെ പാസ്റ്റ് ഫോമും ഒരേ വാക്കാണ്. LAY ലേ തന്നെയാണ് രണ്ടിടത്തും വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനും മാറിപ്പോവാനും കാരണമാകുന്നത്. ഇനി നമുക്ക് ലൈ എന്ന വാക്ക് പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. നിങ്ങൾ ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചല്ലോ, ഞാൻ കിടക്കുകയാണ് സ്വയം, ആരും എന്നെ കിടത്തിയതല്ല. അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ? ഐ ലൈ ഡൗൺ ടു സ്ലീപ്പ്. ഐ ലൈ ഡൗൺ, കിടക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്, അപ്പോൾ ഐ സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞ് വന്നത് വേർബ് ഐ ലൈ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ആരെയെങ്കിലും കിടക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് വരില്ല. കാരണം ഈ ലൈ എന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബല്ല, അതൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. അതായത് അതൊരു ഒബ്ജക്റ്റിനെ, ഒരു കർമ്മം കൂടെ വരാത്ത തരം ഒരു വേർബാണത്. അത് പ്രത്യേകം ഓർക്കണം. മുൻപ് നമ്മൾ കണ്ട ലേ കഴിഞ്ഞ് എപ്പോഴും ഒരു ഒബ്ജക്റ്റ് വന്നിരുന്നെങ്കിൽ ലൈ കഴിഞ്ഞ് ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ഈ ലൈ പ്രസൻറ്റ് ടെൻസിൽ തന്നെ വരുന്ന വേറൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഞാൻ സാധാരണ ചെറിയൊരു മയക്കത്തിനായിട്ട് സോഫയിലാണ് കിടക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? ഐ യൂഷ്വലി ലൈ ഡൗൺ ഓൺ ദ കൗച്ച് ഫോർ എ ക്വിക്ക് നാപ്പ്. ഐ യൂഷ്വലി ലൈ ഡൗൺ ഓൺ ദ കൗച്ച്. കണ്ടോ, ഞാൻ കിടക്കാറുള്ളത് ഐ യൂഷ്വലി ലൈ ഡൗൺ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ക്വിക്ക് നാപ്പ് എന്നൊരു ഫ്രേസ് കണ്ടോ? നാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പകൽ മയക്കം, പകലുറക്കം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചല്ലോ, ഈ ലൈ പാസ്റ്റ് ടെൻസിൽ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ഇന്നലെ അവൾ 10 മണിക്ക് കിടന്നു. പാസ്റ്റ് ടെൻസ് ആണ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? യെസ്റ്റർഡേ ഷീ ലേ ഡൗൺ അറ്റ് 10. ലൈഡ് ഡൗൺ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. യെസ്റ്റർഡേ ഷീ ലേ ഡൗൺ അറ്റ് 10. ഈ ഒരു കാര്യമാണ് നമുക്ക് പലർക്കും പ്രശ്നമാകുന്നത്. അപ്പോൾ കിടന്നു എന്ന് പറയാൻ നമ്മൾ സ്വാഭാവികമായിട്ടും ലൈഡ് എന്ന് പറയാൻ ശ്രമിക്കും. പക്ഷെ ഓർക്കുക, ലൈഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നുണ പറഞ്ഞു എന്നാണ്. കിടന്നു എന്നാണ് അർത്ഥം വരേണ്ടതെങ്കിൽ LIED എന്നല്ല പറയുക, LAY ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്റ്റർഡേ ഷീ ലേ ഡൗൺ അറ്റ് 10. ഇനി വേറൊരു സെൻറ്റൻസ്, കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാനാവാതെ ഞാൻ മണിക്കൂറുകളോളം ഉണർന്നു കിടന്നു. അപ്പം എന്താ പറയുക? ലാസ്റ്റ് നൈറ്റ് I lay awake for hours unable to sleep. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രിയിൽ എന്താ ചെയ്തത്? ഞാൻ ഉണർന്നു കിടന്നു. I lay awake for hours. കണ്ടോ, I lied awake എന്നല്ല പറഞ്ഞത്, I lay awake for hours. ഇപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസസിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഈ ലൈ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ലെയിൻ ആണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഓർത്ത് നോക്കൂ. ഞാനൊന്ന് വന്ന് കിടന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആരോടെങ്കിലും പറയുകയാണ്, ഞാൻ ഇപ്പം ഇങ്ങ് വന്ന് കിടന്നതേ ഉള്ളൂ, നിങ്ങൾ ആ ഫോണൊന്ന് ആൻസർ ചെയ്യാമോ എന്ന്. അവിടെ എന്താ പറയുക? ഐ ഹാവ് ജസ്റ്റ് ലെയിൻ ഡൗൺ. കണ്ടോ, ഇപ്പോൾ കിടന്നതേ ഉള്ളൂ. അതിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ഹാവിൻ്റെ കൂടെ V3 ഉപയോഗിക്കണം. ഐ ഹാവ് ജസ്റ്റ് ലെയിൻ ഡൗൺ. ക്യാൻ യു ആൻസർ ദ ഫോൺ? കണ്ടോ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് V3 ഫോമാണ്, ലെയിൻ. നേരത്തെ നമ്മൾ ലേ എന്ന വേർബിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ ഈ ലൈ എന്ന വേർബിൻ്റെ കൂടെയും നമുക്ക് ING ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ അതുപയോഗിച്ച് സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലൈ എന്ന വേർബിൻ്റെ കൂടെ ING ഫോം വരുമ്പോൾ സ്പെല്ലിങ് ശ്രദ്ധിച്ചല്ലോ. LIEയുടെ കൂടെയാണ് ING വരുന്നത്, പക്ഷേ സ്പെല്ലിംഗ് LYING എന്നായി മാറും കേട്ടോ. അത് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ദ ക്യാറ്റ് ഇസ് ലൈയിങ് ഓൺ ദ സോഫ. പൂച്ച സോഫയിൽ കിടക്കുകയാണ്. പൂച്ച തന്നെ കിടന്നതാണ്, പൂച്ചയെ ആരും കിടത്തിയതല്ല. അതുകൊണ്ടാണ് ദ ക്യാറ്റ് ഇസ് ലൈയിങ് എന്ന് ഞാൻ പറഞ്ഞത്, ലേയിങ് എന്നല്ല കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, ഈ ലൈ എന്ന വേർബിന് അസത്യം പറയുക എന്നൊരർത്ഥം കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ വരുമ്പോഴും ഈ ലൈക്ക് 3 ഫോംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു, V1 V2 V3. ലൈ, ലൈഡ്, ലൈഡ്. ഇത് കൂടാതെ ഈ അർത്ഥത്തിൽ വരുന്ന ലൈ നമുക്കൊരു നൗൺ ഫോമിലും ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? അസത്യം, നുണ എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് ലൈ എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടുത്തെ ഒരു നൗൺ ഫോമിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ലൈ കൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്,
ചില ആളുകൾ അവരുടെ പ്രായത്തെപ്പറ്റി അസത്യം പറയാറുണ്ട്. അതായത് പ്രായത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ സത്യമല്ലാത്തത് പറയാറുണ്ടെന്ന്. അപ്പം എങ്ങനെ പറയുക? സം പീപ്പിൾ ലൈ അബൌട്ട് ദെയർ ഏജ്. സം പീപ്പിൾ ലൈ അബൌട്ട് ദെയർ ഏജ്. അപ്പോൾ അവിടെ ലൈ പ്രസൻറ്റ് ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചത്. മറ്റൊന്ന്, അയാളുടെ ജോലിയെപ്പറ്റി അസത്യം പറഞ്ഞു. ഹി ലൈഡ് അബൌട്ട് ഹിസ് ജോബ്. കണ്ടോ, ഇവിടെ ലൈഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. നുണ പറയുക എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ഫോം ലൈഡ് ആണ്. ഹി ലൈഡ് അബൌട്ട് ഹിസ് ജോബ്. ഇനി ഇത് നൗൺ ഫോമിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹി ടോൾഡ് എ ലൈ ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. ശിക്ഷ ഒഴിവാക്കുന്നതിനായി അയാൾ ഒരു അസത്യം, സത്യമല്ലാത്തത്, നുണ പറഞ്ഞു. ഹി ടോൾഡ് എ ലൈ ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ലൈ എന്നീ രണ്ട് വേർബ്സും അതിൻ്റെ വ്യത്യസ്ത ഫോംസും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം ഉത്തരങ്ങൾ ചൂസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻസ് ഞാനിവിടെ പറയുന്നുണ്ട്. ലേ, ലൈ, ലെയ്ഡ് എന്നീ 3 വാക്കുകളാണ് ഞാൻ ഓപ്ഷൻസ് ആയിട്ട് തരുന്നത്. ഇതിൽ നിന്ന് ശരിയായത് ചൂസ് ചെയ്യൂ. ആദ്യത്തെ ചോദ്യം, ഐ എം ഫീലിംഗ് സ്ലീപ്പി. ലെറ്റ് മീ സ്പേസ് ഡൗൺ ഫോർ സം ടൈം. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ. അപ്പോൾ ഉത്തരം ചൂസ് ചെയ്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലീസ് സ്പേസ് ദറ്റ് ബുക്ക് ഡൗൺ ആൻഡ് ലിസൺ ടു മീ. ആ പുസ്തകം താഴെ വെച്ചിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. പ്ലീസ് സ്പേസ് ദറ്റ് ബുക്ക് ഡൗൺ ആൻഡ് ലിസൺ ടു മീ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ സ്പേസ് ദ റിപ്പോർട്ട് ഓൺ ഹിസ് ടേബിൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ആ റിപ്പോർട്ട് അയാളുടെ മേശമേൽ വെച്ചു. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ നന്നായി ആലോചിച്ച് ചൂസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ലെസൺ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.